ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസം 24 ബുധനാഴ്ച. അന്ന് പഞ്ചമിയാണ്. ഡിസംബർ മാസത്തിലെ അവസാനത്തെ പഞ്ചമിയാണ്. ഇനി നമുക്ക് 2026 പഞ്ചമി പൂജ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചിട്ടുള്ള ഈ വർഷത്തെ അവസാനത്തെ പഞ്ചമി. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് 2025 ഡിസംബർ മാസം 24 ഉച്ചയ്ക്ക് 1:10 മുതൽ 2025 ഡിസംബർ മാസം 25 ഉച്ചയ്ക്ക് 1:41 വരെയാണ്. സാധാരണ പഞ്ചമി പൂജ ചെയ്യുന്നത് സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അതായത് രാത്രി കാലങ്ങളിലോ അതിരാവിലെയോ ആണ്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലും അതിരാവിലെയും പഞ്ചമി വരുന്നത് ബുധനാഴ്ച സന്ധ്യയ്ക്ക് ശേഷവും അതുപോലെ തന്നെ വ്യാഴാഴ്ച അതായത് 25 അതിരാവിലെയുമാണ്. അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞിട്ടാണ് പഞ്ചമി പ്രാർത്ഥന ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്കിൽ 24 ബുധനാഴ്ച സന്ധ്യ കഴിഞ്ഞതിന് ശേഷവും, അതല്ല അതിരാവിലെയുള്ള പൂജയ്ക്കാണ് താല്പര്യം, പ്രാർത്ഥനയ്ക്കാണ് താല്പര്യമെങ്കിൽ 25 അതിരാവിലെയോ ആണ് ചെയ്യേണ്ടത്. കാരണം രാത്രി കാലങ്ങളിലാണ് പഞ്ചമി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആരാണ് പഞ്ചമി ദേവി? മത്സ്യപുരാണത്തിലും ദേവി മഹാത്മ്യത്തിലും വരാഹ പുരാണത്തിലുമൊക്കെ തന്നെ പഞ്ചമി ദേവിയെപ്പറ്റി പറയുന്നുണ്ട്. പഞ്ചമി ദേവി എന്ന് പറയുന്നത് വാരാഹി ദേവിയാണ്. ആരാണ് വാരാഹി ദേവി? ഈ വാരാഹി ദേവി ബാരാഹി എന്ന പേരിൽ നേപ്പാളിൽ അറിയപ്പെടുന്നു. ദണ്ഡിനി, വാർത്താളി ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. സപ്തമാതാക്കളിൽ ഒരുവളാണ് പഞ്ചമി ദേവി അല്ലെങ്കിൽ വാരാഹി ദേവി. വരാഹ രൂപമായ മഹാവിഷ്ണുവിൻ്റെ സ്ത്രീ രൂപമാണ് വാരാഹി ദേവി. വൈകുണ്ഠത്തിലെ മണിദ്വീപാണ് വാസസ്ഥാനം. മാതൃഭാവമാണ്. മറ്റ് സപ്തമാതാക്കളെ അപേക്ഷിച്ച് തടിച്ച ശരീരപ്രകൃതിയാണ് വാരാഹിക്ക്. അതുകൊണ്ട് തന്നെ മാതൃഭാവമാണ്. ഒരല്പം കുടവയറൊക്കെ ദേവിക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാതൃഭാവമാണ് കാണിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. വിഷ്ണു ഭക്തരും ശൈവ വിശ്വാസികളുമൊക്കെ തന്നെ രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഭഗവതീ രൂപമാണ് വാരാഹി. ദേവീ മഹാത്മ്യത്തിൽ രക്തബീജൻ എന്ന അസുരനെ അമ്മ മഹാമായ വധിക്കുന്നതിനായി, ആ യുദ്ധസമയത്ത് അമ്മയെ സഹായിക്കുന്നതിനായി സപ്തമാതാക്കൾ അവിടെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ആ കഥ ദേവീ മഹാത്മ്യത്തിൽ വളരെ വിസ്തരിച്ചു തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് അമ്മയെ സഹായിക്കാനായി സപ്തമാതാക്കൾ അവതരിച്ചപ്പോൾ ആ സപ്തമാതാക്കളുടെ, അതായത് ആ സേനയുടെ, അമ്മയെ സഹായിക്കാനായി വന്ന ആ സേനയുടെ സർവസൈന്യാധിപയായിരുന്നു വാരാഹി ദേവി. ദേവിക്ക് മാതൃഭാവമാണ്. താന്ത്രിക വിദ്യ അനുസരിച്ച് ധാരാളം ആളുകൾ ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ടാണ് ദേവിക്ക് ഏറ്റവും പ്രിയം രാത്രിയിലുള്ള പൂജ അല്ലെങ്കിൽ അതിരാവിലെയുള്ള പൂജ. ആ പൂജയ്ക്ക് വലിയ ഫലസിദ്ധിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു യുദ്ധ ദേവതയായിട്ടാണ് വരാഹി ദേവിയെ നമ്മൾ കണക്കാക്കുന്നത്. ലളിതാ പരമേശ്വരിയുടെ സർവ സൈന്യാധിപയാണ് വാരാഹി ദേവി.
ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെപ്പറ്റി പറയുന്നുണ്ട്. ദണ്ഡിനി, വാർത്താളി, പഞ്ചമി എന്നൊക്കെ പറയുന്നത് ഭഗവതിയെ പറ്റിയിട്ടാണ്. ഭഗവതിക്ക് രാത്രികാല പൂജയും അതിരാവിലെയുള്ള പൂജയും വളരെ വളരെ ഇഷ്ടമാണ്. ദേവിക്ക് നീല നിറത്തിലുള്ള പൂക്കൾ അത് വളരെ ഇഷ്ടമാണ്. നീല നിറത്തിലുള്ള ശംഖുപുഷ്പം കൊണ്ട് ഭഗവതിയെ പൂജിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നീല നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങൾ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ, ഇനി അതുമല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ കൊണ്ടൊക്കെ ഭഗവതിയെ പൂജിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഭഗവതിക്ക് മധുരക്കിഴങ്ങ് വളരെ ഇഷ്ടമാണ്. അതുപോലെ മാതള നാരങ്ങ അത് ദേവിക്ക് വളരെ ഇഷ്ടമാണ്. പഴങ്ങൾ, അതായത് വാഴപ്പഴം, അത് ഭഗവതിക്ക് വളരെ ഇഷ്ടമാണ്. തേങ്ങാദീപം അത് ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതായത് നമ്മൾ എപ്പോഴാണോ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് നമ്മളൊരു തേങ്ങ എടുത്തിട്ട് രണ്ടായിട്ട് മുറിക്കണം. മുറിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ആ തേങ്ങാമുറിയിൽ 5 പൊട്ടുകൾ ഇടണം. അതായത് തേങ്ങയുടെ ഭാഗത്ത്, അതായത് നമ്മളിങ്ങനെ തേങ്ങാമുറിയിൽ നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് നമ്മൾ 5 തിരി 5 വശത്തേക്കായിട്ട് ഇടുമല്ലോ. അപ്പോൾ ആ തിരി ഇടുന്നതിൻ്റെ തൊട്ടു താഴെയായിട്ട് 5 ദിശകളിലായി 5 ചുവന്ന നിറത്തിലുള്ള, അതായത് സിന്ദൂരം കൊണ്ട് അല്ലെങ്കിൽ സിന്ദൂരവും മഞ്ഞളും കൊണ്ട് 5 പൊട്ടുകൾ ഇടുക. ആ പൊട്ടുകളുടെ ആ മുകളിലേക്ക് നമ്മൾ 5 തിരികൾ ഇട്ടിട്ട് അങ്ങനെ ഈ 2 തേങ്ങാമുറികളും ഒരു പാത്രത്തിൽ കുറച്ച് അരി ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ 2 തേങ്ങാമുറികളും വെച്ചിട്ട് നമ്മൾ ഭഗവതിക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ തേങ്ങാദീപം തെളിയിച്ച് എല്ലാ പഞ്ചമി ദിവസങ്ങളിലും ദേവിയെ പ്രാർത്ഥിക്കുന്നത്, വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ വാരാഹി ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ വാരാഹി ദേവിക്ക് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുർഗാദേവിയും ഇരിക്കുന്നുണ്ട്. ദുർഗാ ഭഗവതിക്ക് 9 ദീപങ്ങളാണ്. നവഗ്രഹ ദോഷങ്ങൾ മാറുന്നതിനായിട്ട് 9 ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥിക്കും. അതുകൂടാതെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന, അതായത് ദുർഗാ ഭഗവതിയോട് കൂടെ ചേർന്നിരിക്കുന്ന വാരാഹി ദേവിക്ക് ഈ തേങ്ങാദീപവും തെളിയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ധാരാളം ഭക്തജനങ്ങളാണ് ദൂര സ്ഥലങ്ങളിൽ നിന്നു പോലും വന്ന് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരുവനന്തപുരം ജില്ലയിൽ പേട്ട ആനേറ ഭാഗത്തേക്ക് പോകുന്ന ആ വഴിയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്, പഞ്ചമി ദേവിയുടെ ക്ഷേത്രമുള്ളത്. വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ധാരാളം ഭക്തജനങ്ങളാണ് പൗർണമി ദിവസങ്ങളിലും അമാവാസി ദിവസങ്ങളിലും അതുകൂടാതെ ഈ പഞ്ചമി തിഥിയുള്ള ദിവസങ്ങളിലുമൊക്കെ തന്നെ അവിടെ വന്ന് ഈ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത്. എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്ര ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം എന്ന നിലയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. മഞ്ഞൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നത്, അതായത് പച്ചമഞ്ഞൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നത് സാമ്പത്തിക ദുരിതങ്ങൾ മാറുന്നതിന് ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ഓം വാരാഹിയേ നമ, അത് മതി. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഓം വാരാഹിയേ നമ എന്ന് പ്രാർത്ഥിക്കാം. അതല്ലാതെ നമ്മൾ ഈ ബീജാക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ശുദ്ധിയും വൃത്തിയും അതുപോലെ അതിൻ്റേതായ രീതികളിലുമൊക്കെ തന്നെ ജപിക്കണം. കാരണം യുദ്ധദേവതയാണ്, രാത്രികാല ദേവതയാണ്. അതുകൊണ്ട് തെറ്റുവരാൻ പാടില്ല. അതുകൊണ്ട് ഓം വാരാഹിയേ നമ എന്ന് ജപിക്കാം. അല്ലെങ്കിൽ വജ്രകോശം എന്ന എല്ലാവർക്കും അറിയാം,
ആ ഒരു നാമവും ജപിക്കാവുന്നതാണ്. നമുക്കൊരു വല്ലാത്ത ഭയം വരുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ എന്തു ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്തൊക്കെ ഈ വജ്രഘോഷം എന്ന് പറയുന്ന ഈ നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു മാർഗം, ഒരു വഴി തുറന്ന് വരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ പഞ്ചമി ദിവസം എല്ലാവരും രക്തബീജനെ വധിക്കുന്നതിനായി, ലളിത പരമേശ്വരിയെ സഹായിക്കുന്നതിനായി ജനിച്ച വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കേണ്ടുന്ന സമയമൊക്കെ ഞാൻ പറഞ്ഞു തന്നു. രാത്രികാല ദേവതയാണ്. പ്രാർത്ഥിക്കുക. മധുരക്കിഴങ്ങ്, മാതള നാരങ്ങ, പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നീല നിറത്തിലുള്ള പുഷ്പങ്ങൾ, ശംഖുപുഷ്പം അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവതിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ ഒരു നിലവിളക്ക് തെളിയിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മൺചിരാത് തെളിയിച്ചിട്ട്, ആ മൺചിരാത് ദേവിയാണ്, ആ മൺചിരാതിൽ അല്ലെങ്കിൽ ആ നിലവിളക്കിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് തേങ്ങാദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം, ഭഗവതിയുടെ ഫോട്ടോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു നിലവിളക്ക് ആദ്യം തെളിയിച്ച് വെക്കുക. ആ നിലവിളക്കിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് പുഷ്പങ്ങൾ അർച്ചിക്കുക. ഭഗവതിയാണ് ആ നിലവിളക്ക്, ഭഗവതിയുടെ തൃപ്പാദങ്ങളിലേക്കാണ് ഞാൻ ഈ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഭഗവതിക്ക് എന്തെങ്കിലും ഒരു നൈവേദ്യം സമർപ്പിക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ തേങ്ങാമുറി എടുത്തു വെച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ 5 തിരിയിട്ട് തേങ്ങാദീപം സമർപ്പിച്ച് ഭഗവതിയോട് പ്രാർത്ഥിക്കാം. ഒരു 21 പഞ്ചമി അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ തേങ്ങാദീപം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ആ രീതിയിലും നമുക്ക് ഇത്ര ഒരു തേങ്ങാദീപം നമ്മൾ ചെയ്തു കൊള്ളാം എന്ന് മനസ്സിൽ നിശ്ചയിച്ചിട്ട് അങ്ങനെയൊന്ന് ചെയ്ത് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ദൂര സ്ഥലങ്ങളിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ആ ആഗ്രഹം നടന്നതിന് ശേഷം നമുക്ക് ഒന്നുകിൽ നമ്മുടെ അടുത്തുള്ള പഞ്ചമി ക്ഷേത്ര ദർശനം നടത്തുകയോ, ഇപ്പം നമ്മുടെ വീടിനടുത്ത് പഞ്ചമി ക്ഷേത്രം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ആഗ്രഹം നടന്നതിന് ശേഷം ആ ക്ഷേത്രത്തിലൊന്ന് പോയി നമ്മുടെ യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാം. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലും ഇന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എല്ലാ ജില്ലകളിലും ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തൊന്നും ഈ ക്ഷേത്രം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് അവിടെ പോയി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. എല്ലാവരും ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി ദേവി ആരാണ് എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. എല്ലാവരെയും അമ്മ മഹാമായ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.